പഴയങ്ങാടി റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ബി.വി. റോഡിലെ ഓയിൽ മിൽ കെട്ടിടം പൊളിച്ചു തുടങ്ങി. അടിപ്പാത നിർമ്മാണത്തിനായി 7 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. 5 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. ഗതാഗത കുരുക്കിനൊപ്പം മഴക്കാലത്തെ വെള്ളക്കെട്ട് വലിയ ദുരിതമാണ് ജനങ്ങൾക്ക് നൽകിയത്. നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന പാത കൂടിയാണിത്. അടിപ്പാതയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നത് ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപത്താണ് 6 മീറ്റർ വീതിയിൽ പുതിയ അടിപ്പാത നിർമ്മിക്കുന്നത്. 7 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ബി.വി. റോഡിലെ ഓയിൽ മിൽ കെട്ടിടം പൊളിച്ചു തുടങ്ങി. നിലവിലെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ മഴക്കാലത്തായാലും ഈ ഭാഗത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളത്തിൻ്റെ പ്രശ്നം മറ്റു സമയങ്ങളിൽ എന്ന് വെച്ചാൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബി.വി. റോഡിൽ ഒരു 500 മീറ്റർ ഉണ്ടാവുമല്ലോ. 500 മീറ്റർ വരണമെങ്കിൽ നമ്മൾ 1 മണിക്കൂറെല്ലാം ക്യൂ നിൽക്കേണ്ടി വരും. അത് നമ്മൾ നേരെ പോകുന്നതാണ് കണ്ണൂർ എത്തുക സമയം കൊണ്ട്. അത്രയും ടൈം ഈ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബി.വി. റോഡിൽ കിടക്കണം. പുതിയ അടിപ്പാതയിൽ ഉണ്ടായേക്കാവുന്ന മഴവെള്ളത്തെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിനായി സബ് ടാങ്കും പുഴയിലേക്ക് ഓവുചാൽ നിർമ്മാണവും നിലവിലുള്ള റോഡ് അറ്റകുറ്റപ്രവൃത്തിയും ഉൾപ്പെടെയാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. റെയിൽവേയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.